ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ ഊറ്റി നമുക്ക് റെഡിയാക്കി വെക്കാം. തന്നെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടത് ചെറിയുള്ളി അല്ലെങ്കിൽ ചെറിയ സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ബീഫിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെറിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടികളുടെയൊക്കെ പച്ച മണം പോകുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് വെന്തപ്പോൾ വന്ന വെള്ളമാണ് കേട്ടോ ഇത് ഇത്രയും. ഇതെല്ലാം വറ്റിച്ച് നല്ലപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയമെടുത്ത് തന്നെ ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ.
കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെറുതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, കീറിയൊന്നും ഇടണമെന്നില്ല കേട്ടോ. കുറച്ച് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഈ പാകത്തിന് മതിയെങ്കിൽ ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറച്ചും കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് നേരവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും റെസിപ്പി ഇത് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിളാക്കി ഓൾ എന്ന് കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്